തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിപിടിയിൽ പ്രതിയായ ജോബി ജോർജിനെ കോഴിക്കോട് നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്ന് ആറ്റിങ്ങലിലെത്തിക്കും. ആറ്റിങ്ങലിലെ ഗ്രീൻ ഇൻ ലോഡ്ജിലായിരുന്നു കൊലപാതകം. എസ് അഭിലാഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിലാഷ്, ഒരു വഴിവിട്ട സൗഹൃദമായിരുന്നു ജോബിയും ഈ യുവതിയും തമ്മിലെന്ന് വ്യക്തമാണ്. യുവതിയെ ലോഡ്ജിലെത്തിക്കുന്നു, പിന്നീട് നടത്തിയ കൊലപാതകം. എന്തിനാണ് ഇയാൾ കൊലപ്പെടുത്തിയതെന്ന കാര്യത്തിൽ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടോ? എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്? ഇക്കാര്യങ്ങൾ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ? ടോം, അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം എന്നാണ് ഈ സംഭവത്തെ പറ്റി പോലീസ് ഇപ്പോൾ പറയുന്നത്. കാരണം ഈ യുവതിയെ, അസ്മിനയെ ശരീരത്തിൽ ബിയർ കുപ്പി കൊണ്ട് പലതവണ ശരീരത്തിന്റെ പല ഭാഗത്തും മർദ്ദിക്കുകയും ഈ കുപ്പി കൊണ്ട് ശരീരത്തിൽ പലയിടങ്ങളിലായി മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇവർ തമ്മിൽ വഴിവിട്ട സൗഹൃദം ആരംഭിക്കുന്നത് കായംകുളത്തെ ഒരു ഹോട്ടലിൽ നിന്നുമാണ്. കായംകുളത്തെ ഹോട്ടലിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നു. അവിടെ പാചകക്കാരിയായി അസ്മിനയും റിസപ്ഷനിസ്റ്റായി ഈ ജോബി ജോർജും ജോലി ചെയ്തിരുന്നു. അവിടെ വെച്ചാണ് അവിടെ തുടങ്ങിയ പരിചയമാണ് ഇവിടെ വീണ്ടും ഈ ആറ്റിങ്ങലിലെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം ഏതാനും ഒരാഴ്ച മുമ്പാണ് ജോബി ഈ ആറ്റിങ്ങലിലെ ലോഡ്ജിൽ ജോലിക്കായി എത്തിയത്. ആ സമയം ഈ ലോഡ്ജിൽ രേഖകൾ, അയാളുടെ തിരിച്ചറിയൽ രേഖകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഭാര്യ ഇതുമായി എത്തും എന്നും ആ ഹോട്ടലിൽ പറഞ്ഞിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രി, ഈ കൊല്ലപ്പെടുന്നതിന്റെ ദിവസം രാത്രി 9:30 മണിയോടുകൂടി ഈ അസ്മിന ഹോട്ടലിലേക്ക് എത്തുന്നത്. അസ്മിനയ്ക്ക് വേണ്ടി ഹോട്ടലിൽ റൂം നേരത്തെ തന്നെ ജോബിൻ ബുക്ക് ചെയ്തിരുന്നു. ഈ ഹോട്ടലിൽ ആ സമയം 2 ജീവനക്കാർ കൂടി ഉണ്ടായിരുന്നു. രാത്രി ഏകദേശം 12 മണി വരെ ഈ ജോബിൻ ഈ ജീവനക്കാരോടൊപ്പം മുറിക്ക് പുറത്തുണ്ടായിരുന്നു എന്നാണ് ഈ സഹപ്രവർത്തകർ ഇപ്പോൾ പറയുന്നത്. അതിനുശേഷം 12 മണിക്ക് ശേഷമാണ് അസ്മിനയുടെ മുറിയിലേക്ക് പോയത്. തുടർന്ന് പുലർച്ചെ 4:30 തന്നെ ബാക്കി ജീവനക്കാരെല്ലാം അവിടെ നിന്ന് മാറിയ ശേഷം 4:30 തന്നെ ഇയാൾ പുറത്തേക്ക് പോകുന്നതും CCTV ദൃശ്യങ്ങളുണ്ട്. ഇതിനിടയിലാണ് ഈ കൊലപാതകം നടന്നത്. എന്തായാലും ജോബി ജോർജിനെ പോലീസ് ഇന്ന് കോഴിക്കോട് നിന്നും കസ്റ്റഡിയിലെത്തുന്നതാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. പ്രതിയെയും കൊണ്ട് പോലീസ് ഈ ആറ്റിങ്ങലിൽ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക്. അഭിലാഷ്, എന്തിനാണ് കൊലപാതകം നടത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ യുവതിയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തിയത് കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നോ, അതോ ഒരു പെട്ടെന്നുള്ള പ്രകോപനം, ഒരു വാക്ക് തർക്കം, അത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നോ? പ്രതിപിടിയിലായെങ്കിലും ഇത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ആസൂത്രിതമായി തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് നിലവിൽ പറയുന്നത്. കാരണം ഈ ആദ്യമായി ഇവിടെ ജോലിക്കെത്തിയ സമയം ഇയാൾ രേഖകളൊന്നും നൽകാതിരുന്നതും മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാത്രി വിളിച്ചു വരുത്തി ഒരു മണി ഏകദേശം മറ്റുള്ളവർ മാറുന്നവരെ ഇയാൾ മുറിക്ക് പുറത്തു നിൽക്കുകയും അതിനുശേഷം മുറിക്ക് അകത്തേക്ക് കയറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതെല്ലാം ആസൂത്രിതമായ കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇതിനകത്ത് കൃത്യമായ ഒരു എന്താണ് ഈ കൊലകയിലേക്ക് പ്രതിയെ എത്തിച്ചത് എന്നുള്ള കൃത്യമായ വിവരം ലഭിക്കണമെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ട ശേഷം മാത്രമേ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത്. എസ് അഭിലാഷ് ആറ്റിങ്ങലാണ് വിവരങ്ങൾ നൽകിയത്. ആറ്റിങ്ങലിൽ ലോഡ്ജിലെത്തിച്ച് യുവതിയെ കൊലപ്പെടുത്തിയ കേസിലാണ് സുഹൃത്ത് ജോബി ജോർജിനെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കോഴിക്കോട് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.